നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. സാമ്പത്തിക വർഷം അവസാനമായപ്പോൾ വെരാന്ത ലേണിംഗ് സൊല്യൂഷൻസ്, ഇത് 2018 രൂപം കൊണ്ട ഒരു കമ്പനിയാണ്. ചെന്നൈ ബേസ്ഡ് ആണ്. ഇവരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയർ ഡിഫൈനിങ് കോഴ്സസ് ആണ് അവർ നൽകുന്നത്. അതായത് UPSC, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ബാങ്കിങ്, ഗവൺമെൻറ് എക്സാമിനേഷൻസ്, പിന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഗ്രാജുവേറ്റ്സിനും പ്രൊഫഷണൽസിനും കോർപ്പറേറ്റ് എംപ്ലോയീസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള മറ്റ് എക്സാമുകളുടെയും എല്ലാം സൊല്യൂഷൻസാണ് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ പല സർവീസസും പല സബ്സിഡിയറി കമ്പനികൾ വഴിയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് വെരാന്ത റേസ് ലേണിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെങ്കിൽ വെരാന്ത റേസ് എന്ന് പറയും ആ കമ്പനിയെ. വെരാന്ത എക്സൽ ലേണിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അല്ലെങ്കിൽ അതിനെ വെരാന്ത CA എന്നാണ് പറയുന്നത്. വെരാന്ത IAS ലേണിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിനെ വെരാന്ത IAS എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെ ബ്രെയിൻ ഫോഴ്സ് എഡ്യൂക്കേഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിനെ യുറേക്ക എന്നുള്ള വാക്കും കൂടി ചേർത്തിട്ട് എഡ്യൂറേക്ക എന്നുള്ള പേരിലാണ് ആ സൊല്യൂഷൻസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ നൽകുന്ന എക്സാമിനേഷൻസ് പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാം മേജർ എക്സാമിന്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എക്സാം, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സാം, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമിനേഷൻസ്, പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമിനേഷൻ, CA ഫൗണ്ടേഷൻ, CA ഇന്റർമീഡിയറ്റ്, പിന്നെ CA ഫൈനൽ എക്സാമിനേഷൻസ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രിലിമിനറീസ് ആൻഡ് മെയിൻ എക്സാമിനേഷൻസ്, അതുകൂടാതെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ Group 1 എക്സാമിനേഷൻസ്, പിന്നെ ഷോർട്ട് ടേം സ്കിൽ കോഴ്സസ്, ലോങ് ടേം കോഴ്സസ്, യൂണിവേഴ്സിറ്റി പാർട്ട്ണർഷിപ്പ് കോഴ്സസ് ആണ് ഈ പറയുന്നത്, ആൻഡ് പിന്നെ കോർപ്പറേറ്റ് ലേണിംഗ് കോഴ്സസ്, അതെല്ലാം B2B രീതിയിലുള്ളത്. ഇതെല്ലാമാണ് ഇവരുടെ പ്രധാന സർവീസസ്. ഇക്കഴിഞ്ഞ ഡിസംബർ 31 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 42,667 സ്റ്റുഡൻസും പ്രൊഫഷണൽസും ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ നാട്ടിലും, അതായത് കേരളത്തിലും ഇത് ഇവരുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, കാലിക്കറ്റ്, പാലക്കാട്, പിന്നെ മാവേലിക്കര, കൊല്ലം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ ഓഫീസുകൾ, ഒരു 6-7 സ്ഥലങ്ങളിൽ വെരാന്ത ലേണിങ്ങിൻ്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 16,793 പേര് ഓഫ്ലൈൻ കോഴ്സുകൾക്കും 25,874 പേര് ഓൺലൈൻ മോഡലിനും എൻറോൾ ചെയ്തിട്ടുണ്ട്, ഡിസംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. കമ്പനിയുടെ ജനപ്രിയത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡാണ് പ്രൊമോട്ടേഴ്സിൻ്റെ. അതുകൂടാതെ റിസൾട്ട് ഓറിയൻറ്റഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, അതൊരു 360 ഡിഗ്രി അപ്രോച്ചാണ് അവർ നൽകുന്നത്. അതുകൂടാതെ ഡൈവേഴ്സിഫൈഡ് കോഴ്സ് ഓഫറിങ്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എക്സ്റ്റെൻസീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഇൻ എഡ്യൂക്കേഷൻ ബിസിനസ്, അവരുടെ ആ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ട്രോങ് ബ്രാൻഡ് പ്രസൻസ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കമ്പനിയുടെ ബ്രാൻഡ് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. പിന്നെ ഇവരുടെ ട്രാക്ക് റെക്കോർഡും അവരുടെ സ്റ്റുഡൻസിൻ്റെയും അല്ലെങ്കിൽ കോർപ്പറേറ്റ് പ്രൊഫഷണൽസിൻ്റെയും എല്ലാം ഒരു ഫീഡ്ബാക്ക് വളരെ മികച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പാൻഡമിക് പ്രൂഫ് മോഡലാണിത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള എഡ്യൂക്കേഷൻ സൊല്യൂഷൻസ് ആണ്. ഇതെല്ലാം അവരുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. കമ്പനിയുടെ പഞ്ച് ലൈൻ ഫ്രം ദ ഹൗസ് ഓഫ് കൽപ്പാത്തി എന്നാണ്. അപ്പോൾ കൽപ്പാത്തി എന്ന് പറയുന്ന ഫാമിലിയിൽ നിന്നാണ് പ്രധാന പ്രൊമോട്ടേഴ്സ് 3 പേരും ഉള്ളത്. അതായത് കൽപ്പാത്തി എസ് അഘോരം, മിസ്റ്റർ കൽപ്പാത്തി എസ് ഗണേഷ്, മിസ്റ്റർ കൽപ്പാത്തി എസ് സുരേഷ്. അതിൽ മിസ്റ്റർ സുരേഷാണ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ചെയർമാനും. ഇതിൻ്റെ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഒരു 30.76 ലക്ഷം ഓഹരികൾ ഇവർ ജനറൽ കാറ്റഗറിയിൽ തന്നെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തി ഒരു 40 കോടി രൂപ റേസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തുമ്പോൾ കമ്പനികൾ അവർ IPO വഴി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുകയിൽ ഒരു കുറവ് വരുത്താറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ കുറവൊന്നും വരുത്തിയിട്ടില്ല. 200 കോടി തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. 200 കോടി തന്നെയാണ് ഇപ്പോൾ IPO വഴിയും റേസ് ചെയ്യുന്നത്.
ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ അത്ര ആകർഷകമല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 റവന്യൂ 2.54 കോടി രൂപയായിരിക്കുമ്പോൾ അതിൻ്റെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അതായത് നഷ്ടമാണ്. 8.29 കോടി രൂപ നഷ്ടത്തിലാണ് കമ്പനി ഓടിയത്. അതായത് അന്ന് 2.54 കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. 10.83 എക്സ്പെൻസസും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ അർദ്ധവാർഷികത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർദ്ധവാർഷികത്തിൽ, അതായത് 2022 ഇതുവരെ 15.66 കോടി രൂപയാണ് അവർക്ക് റവന്യൂ ആയിട്ട് വന്നതെങ്കിൽ അവിടെ നഷ്ടം വന്നിരിക്കുന്നത് നോക്കൂ, 18.27 കോടി രൂപയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡിൽ നമുക്ക് ഈ കമ്പനി അത്ര റെക്കമെൻഡബിൾ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 200 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം തന്നെ ഫ്രഷ് ഇഷ്യൂ ആണ്. ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ കയ്യിലിരിക്കുന്ന ഓഹരികളൊന്നും വിൽക്കുന്നില്ല. അപ്പോൾ 200 കോടി രൂപയിൽ 60 crores-ഓളം അവരുടെ കടബാധ്യതകൾ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട്, കടബാധ്യതകൾ തീർക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിൽ ഒരു 25.19 കോടി രൂപ അവരുടെ ഒരു സബ്സിഡിയറി അക്വയർ ചെയ്യാൻ വേണ്ടി വന്ന ചെലവിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് എഡ്യൂറേക്ക എന്ന് പറയുന്ന അവരുടെ ആ സബ്സിഡിയറി അവർ അക്വയർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചെലവിലേക്ക് വേണ്ടിയിട്ട് അത്രയും പണം ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി മുഴുവനും അവരുടെ ഗ്രോത്ത് ഇനീഷ്യേറ്റീവിന് വേണ്ടിയിട്ട്, കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പോസിറ്റീവ് കാര്യമാണ്. ഇനി ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ. മാർച്ച് 29 മുതൽ 31 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 130 രൂപ മുതൽ 137 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഇഷ്യൂ ആണ് എല്ലാം. 200 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. 200 കോടിയാണ് അപ്പോൾ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മിനിമം അപ്ലൈ ചെയ്യേണ്ടത്, റീറ്റെയിലേഴ്സ് മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 100 ഷെയറാണ്. 100ൻ്റെ ഗുണിതങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഷെയറിന്. അതാണ് 137 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്. റീറ്റെയിലേഴ്സിന് 10% മാത്രമേ അലോട്ട് ചെയ്യുന്നുള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാക്കി HNIസിനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ 10% റീറ്റെയിലേഴ്സിനുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ലോസിൽ പോകുന്നൊരു കമ്പനിയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാല്യുവേഷൻസും എല്ലാം തന്നെ നെഗറ്റീവാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഫീൽഡിൽ തന്നെയുള്ള, ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയുള്ള മറ്റൊരു കമ്പനിയായിട്ടുള്ള ബൈജൂസ്, വലിയ കമ്പനിയായിട്ടുള്ള ബൈജൂസിൻ്റെ ഇഷ്യൂ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു കമ്പനി, അതായത് വെരാന്ത ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ ഇത്രയും ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, പക്ഷേ ഇതിൻ്റെ മോഡൽ എല്ലാം നല്ലതാണ്, പൊതുവേ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനിയുമാണ്. പക്ഷേ ഇതൊന്ന് 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഏപ്രിൽ 5-ാം തീയതിയും, കിട്ടാത്തവർക്ക് റീഫണ്ട് 6-ാം തീയതി, ഏപ്രിൽ 6-ാം തീയതിയും, പിന്നെ കിട്ടിയവർക്ക് ഇത് അലോട്ട്മെൻറ്റ് കിട്ടുന്നവർക്ക് 6-ാം തീയതിയാണ്, ഏപ്രിൽ 6-ാം തീയതി അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ലിസ്റ്റിംഗ് ഡേറ്റ് 7-ാം തീയതിയുമാണ്. അപ്പോൾ ഇത് ഒരു DP അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ഒരു ബ്രോക്കറുടെ അടുത്ത്, ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ, ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് 5 മിനിറ്റ് എടുക്കുകയുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ട് ഷെയർ എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ വിശദമായിട്ട് കാണാനും സാധിക്കും. ഇഷ്യൂ രജിസ്ട്രാർ KFIN ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡും ലീഡ് മാനേജർ സിസ്റ്റമാറ്റിക്സ് കോർപ്പറേറ്റ് സർവീസസുമാണ്. വെരാന്ത ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചത്. എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.